Hi, welcome to Denia's classes. ഇന്ന് നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലത്തെ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആസ് യൂഷ്വൽ നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ ഡിഷൊന്നുമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഒന്ന് മറക്കാതെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ബാലൻസ് നമ്മുടെ തെറ്റും. അപ്പോൾ ഇതാണ് ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജനറൽ റിസർവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എൻട്രി വരെ ജനറൽ റിസർവ് ഓൾറെഡി ലൈബിലിറ്റി ആണ്. അത് ലൈബിലിറ്റി എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അതിനെ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ജനറൽ റിസർവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി വരെ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതുപോലെ ജനറൽ റിസർവ് വരുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ബാലൻസ് ഷീറ്റിൽ വന്നെങ്കിൽ അതും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴും ഈ ലയബിലിറ്റി സൈഡിലെ വരുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിരിക്കും തരാം. അതിന്റെ മീനിങ് ലോസ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നേരെ റിവേഴ്സ് എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എപ്പോഴും ഗുഡ് വില്ല് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സാക്രിഫൈസ് റേഷ്യോയിലാണ്. സാക്രിഫൈസ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ SON സൺ എന്നുള്ളൊരു വേർഡ് ഒന്ന് ആലോചിച്ചാൽ മതി. എസ് ആദ്യം എഴുതി സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു O ഫോർ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ അത് ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോഴത്തെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ചില സമയത്ത് ക്യാഷ് ആയിട്ട് നമ്മുടെ പാർട്ട്ണർക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ പാർട്ട്ണർക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ എൻട്രി വരെ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ എന്നുള്ള ഒരു എൻട്രി വരുന്നേ ഇല്ല, കാരണം ക്യാഷ് ആയിട്ട് ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ല. പിന്നത്തെ എൻട്രി നമ്മൾ എഴുതാറ് ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഗുഡ് വിൽ എന്നുള്ളതിന് പകരം അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതും. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രത്യേകിച്ച് പറയും, ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ബ്രിങ് ഗുഡ് വിൽ ആസ് ക്യാഷ് എന്ന് പറഞ്ഞെങ്കിലാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. അത്രയേ ഉള്ളൂ ഗുഡ് വില്ലിന്റെ കാര്യം ഉണ്ടാ. ഇനി നമുക്ക് സമയം കളയാണ്ട് വേഗം നമുക്ക് ഈ പ്രോബ്ലം വേഗം സോൾവ് ചെയ്യാൻ നോക്കാം. ഞാനൊന്ന് റീഡ് ചെയ്യാം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ഗോപിക ആൻഡ് ദീപിക ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് 3:1, 3/4 1. പിന്നെ സൺഡേ ക്രെഡിറ്റേഴ്സ് ജനറൽ റിസർവ് ക്യാപിറ്റൽസ് തന്നിട്ടുണ്ട്. അവിടെ ക്യാഷ്, ബിൽസ് റിസീവബിൾ, സൺഡേ ക്രെഡിറ്റേഴ്സ് സ്റ്റോക്ക്, ഫർണിച്ചർ, ബിൽഡിംഗ്. പിന്നെ ഷീ വിൽ ബ്രിങ് 20,000 ഫോർ ക്യാപിറ്റൽ and rupees 8,000 as a share of goodwill. അപ്പോൾ 20,000 ക്യാപിറ്റലും ബ്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. പിന്നെ സ്റ്റോക്ക് ആൻഡ് ഫർണിച്ചർ റെഡ്യൂസ്ഡ് ബൈ 10% റെഡ്യൂസ് ചെയ്തു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 1,500 ആക്കി ടു 1,500 ആകണം. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് അൺബ്രോക്കർഡ് ആയിട്ടുണ്ട് 2,000. ബിൽഡിംഗ് റീവാല്യൂ ചെയ്തിട്ടുണ്ട് 40,000. പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ തുടങ്ങാം. നമുക്ക് സാധാരണ ചെയ്യാനുള്ള പോലെ തന്നെ ആദ്യം അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇത് വരാം? ഷീ വിൽ ബ്രിങ് ₹20,000 ആസ് ക്യാപിറ്റൽ. അപ്പോൾ അത് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ +1 തൊട്ടിട്ടേ പഠിച്ചിട്ടുള്ളതാണ്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അല്ലെ, ഇങ്ങനെയല്ലേ എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ആരാണ്? രാധികയാണ്. ആർസ് ക്യാപിറ്റൽ. അപ്പൊ ആർസ് ക്യാപിറ്റലിൽ നമ്മൾ എന്ത് എഴുതും? ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതും. ഞാനിവിടെ 6 എഴുതിയിട്ടുള്ള രാധികയാണ്. എത്ര രൂപയാണ് രാധിക കൊണ്ടുവരുന്നത്? 20,000 rupees ആണ് ക്യാപിറ്റലായി കൊണ്ടുവരുന്നത്. ഇനി അപ്പൊ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി, ഇനി ക്യാഷിൽ എഴുതണം. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് ക്യാഷ് തന്നിട്ടുള്ളത്? 12,500. അപ്പൊ നമ്മൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 12,500 ഉണ്ട്. അതിന്റെ കൂടെ എത്ര രൂപ ആഡ് ചെയ്യണം?
20,000 rupees ആഡ് ചെയ്യണം. ഇനി വേറൊരു കാര്യം കൂടി കൊണ്ടുവരുന്നുണ്ടല്ലോ, ഗുഡ് വില്ലും കൊണ്ടുവരുന്നുണ്ട്. 1/4 ഷെയറിനായിട്ട് 8,000 rupees ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്. ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോഴത്തെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ് വിൽ, ക്യാഷ് ടു ഗുഡ് വിൽ, ഗുഡ് വിൽ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഗോപിക്കും ദീപികയാണ്. അവർ ഷെയർ ചെയ്യേണ്ട റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ ആണ്. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇവിടെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സാക്രിഫൈസ് റേഷ്യോ ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ഓൾഡ് റേഷ്യോ. നമ്മളത് കണ്ടുപിടിച്ചാലും സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ ന്യൂ റേഷ്യോ പ്രത്യേകിച്ച് തരാത്ത സ്ഥിതിക്ക് നമുക്ക് ഓൾഡ് റേഷ്യോയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തേത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ് വിൽ അല്ലേ. അപ്പൊ ക്യാഷ് കൂടി. എത്ര രൂപയാണ് കൂടിയത്? 8,000 rupees ആണ് കൂടിയത്. ഇനി ഗുഡ് വില്ലിന്റെ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഒരു ഡെബിറ്റ് വന്നു, ഇവിടെ ഒരു ഇവിടെ ഒരു ക്രെഡിറ്റ് വന്നു, ഇവിടെ ഒരു ഡെബിറ്റ് വന്നു, ഗുഡ് വില്ല് ടാലി ആയി കഴിഞ്ഞു. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഗോപിക്കും ദീപിക്കും. അപ്പൊ അവരുടെ ഇതില് അവരുടെ അക്കൗണ്ടിൽ ബൈ ടു ഓൾഡ് പാർട്ട്നേഴ്സ് അല്ല, അപ്പൊ ബൈ ഗുഡ് വിൽ. എത്രയാണ് റേഷ്യോ? 3:4 എന്നുള്ള റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ 8,000 മൾട്ടിപ്ലൈഡ് ബൈ 3/4. 2 മൾട്ടിപ്ലൈഡ് ബൈ 3 വരുമ്പോ 6,000 വരും. മറ്റേത് 1/4 വരുമ്പോ 2,000 വരും. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി സ്റ്റോക്ക് ആൻഡ് ഫർണിച്ചർ ടു ബി റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കും ഫർണിച്ചറും 10% റെഡ്യൂസ് ആയി. റെഡ്യൂസ് ആയി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നതും ഫർണിച്ചർ എന്നൊക്കെ പറയുന്നത് അസറ്റ് ആണ്. അസറ്റ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പൊ അതിന്റെ വാല്യൂ കുറയാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിനെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ എൻട്രി വരെ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സ്റ്റോക്കും അതുപോലെ തന്നെ ഫർണിച്ചറും ബൈ 10%. സ്റ്റോക്ക് 15,000 ആണ്. 10% എന്ന് പറയുമ്പോൾ ഒരു 0 കട്ട് ചെയ്യുക, അപ്പൊ 1,500 കിട്ടും. അതുപോലെ തന്നെ ഇനി ഫർണിച്ചർ എന്ന് പറയുമ്പോഴും 10% തന്നെയാണ്. 6,000 ആണ് അതിന്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 വരും അല്ലെ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സ്റ്റോക്ക് ടു ഫർണിച്ചർ. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് എഴുതി? ടു സ്റ്റോക്ക് എന്ന് എഴുതി, ടു ഫർണിച്ചർ എന്ന് എഴുതി. എത്ര രൂപയാണ്? 1,500 അതുപോലെ തന്നെ 600. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് വന്നാലും നമ്മൾ രണ്ട് സ്ഥലത്ത് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റോക്കിന്റെ വാല്യൂ എത്ര എഴുതേണ്ടത്? സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 15,000 എഴുതും, ലെസ് റിഡക്ഷൻ എത്രയാണ്? 10% എന്ന് പറയുമ്പോൾ 1,500 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 13,500 കിട്ടും ഔട്ടർ കോളത്തിലേക്ക്. അതുപോലെ തന്നെ ഫർണിച്ചർ 6,000 ലെസ് റിഡക്ഷൻ, റെഡ്യൂസ്ഡ് വാല്യൂ 600, ബാലൻസ് 5,400. കിട്ടിയില്ലേ? ഇനി അടുത്തത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ടു ബി ഇൻക്രീസ് ടു 1,500. ഇതൊന്ന് ശ്രദ്ധിക്കണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻക്രീസ്ഡ് ബൈ 1,500 എന്ന് പറഞ്ഞാൽ നമുക്ക് 1,500 അത്രയും വാല്യൂ എടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1,500 വരെ നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ആയി. അപ്പൊ ഇവിടെ ഓൾറെഡി എത്ര ഉണ്ട്? 1,000 ആണ് ഉള്ളത്. അപ്പൊ അതിനെ എത്രയാക്കണം? 1,500 ആക്കണം. റെഡ്യൂസ് ഇൻക്രീസ് ബൈ എന്നാ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1,000 പ്ലസ് 1,500 ചെയ്യും. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് 1,500 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്ടാ. അപ്പൊ നമ്മൾ എത്ര രൂപ ചെയ്താൽ മതി? സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം? 17,000 എഴുതണം. ഓൾറെഡി നമ്മൾ 1,000 കൊടുത്തിട്ടുണ്ട്, 1,500 വരെ കൊടുക്കണം. 2 ട്ടാ ലെസ് പ്രൊവിഷൻ 1,500. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 15,500 കിട്ടും. ഇനി നമ്മൾ റീവാലുവേഷനിൽ എത്ര രൂപ എഴുതണം? അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ 1,000 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 1,500 കൊടുക്കണം. അപ്പൊ എത്രേന്റെയാണ് നമ്മൾ ശരിക്കും റീവാലുവേഷൻ നടത്തുന്നുള്ളൂ? 500 rupeesനെയാണ് ശരിക്കും, അതായത് 1,500 മൈനസ് 1,000.
അത്രയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. പുതിയതായിട്ട് വാല്യൂ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ പ്രൊവിഷൻ ആണ് നമ്മുടെ ഡെറ്റേഴ്സിന്റെ വാല്യൂ ഒന്നും കൂടി കുറഞ്ഞു അല്ലെ. 16,000 15,500 കുറയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ എന്ത് എഴുതണം? അതിനെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യണം. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. അപ്പൊ എന്ത് എഴുതണം? ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ടു എന്ന് പറഞ്ഞാൽ അത്ര വരെ, ബൈ എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 500 എഴുതി. അപ്പൊ അത് രണ്ട് സ്ഥലത്തും കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് അൺറെക്കോർഡഡ്. ക്രെഡിറ്റേഴ്സ് ഇനിയും റെക്കോർഡ് ചെയ്യാത്തതായിട്ടുണ്ട്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? നമ്മുടെ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി അൺറെക്കോർഡ് ചെയ്തിട്ടില്ല, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ലയബിലിറ്റി നമ്മുടെ കൂടുതലാവാൻ പോവാണ്. ലയബിലിറ്റി കൂടുതലാകുമ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പൊ കൂടുമ്പോൾ എന്ത് വരും? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ക്രെഡിറ്റേഴ്സ്. കാരണം ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും, അസറ്റ് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അത്ര മാത്രം തിങ്ക് ചെയ്താൽ മതി. അപ്പൊ മനസ്സിലാക്കാലോ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിവേഴ്സ് എന്നുള്ളത് ടു സൺട്രി ക്രെഡിറ്റേഴ്സ്. എത്ര രൂപയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാത്തതിന്റെ? 2000. എത്രയാണ് ഇവിടെ വരുന്നത്? സൺട്രി ക്രെഡിറ്റേഴ്സ് 25,000 ആണുള്ളത്, പ്ലസ് അൺറെക്കോർഡഡ്. നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. എത്രയാണ് റെക്കോർഡ് ചെയ്യാത്തത്? 2000. അപ്പൊ അത് രണ്ട് റെക്കോർഡ് ചെയ്തപ്പോൾ ഇത്തിരി ലയബിലിറ്റി നമ്മുടെ ഒന്നും കൂടി കൂടി. ഇനി അടുത്തത് ബിൽഡിംഗ് റീവാല്യൂഡ് അറ്റ് 40,000. 40,000 ആയിട്ട് നമ്മൾ അതിനെ റീവാല്യൂ ചെയ്തു. അപ്പൊ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് 30,000 ആണുള്ളത്, 40,000 ആയിട്ടാണ് റീവാല്യൂ ചെയ്തത്. അതായത് ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി. ബിൽഡിംഗ് ഇസ് എൻ അസറ്റ് നമ്മൾ വാല്യൂ ഇൻക്രീസ് ആയി അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് റീവാല്യൂ ചെയ്തത്? 40,000 റുപ്പീസ്. അസറ്റിന്റെ വാല്യൂ കൂടാണ് ചെയ്തത്. അസറ്റിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്യും. അപ്പൊ എന്താണ് വരാ? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിവാലുവേഷൻ. അപ്പൊ ബൈ ബിൽഡിംഗ്. എത്ര രൂപയ്ക്കാണ് കൂടുതലായിട്ട് റീവാല്യൂ ചെയ്തത്? 10,000 റുപ്പീസ്. എങ്ങനെ 10,000 കിട്ടിയത്? 40,000 മൈനസ് 30,000. അത്രയേ ഉള്ളൂ. അതൊന്നും അത്ര വലിയ ഡിഫിക്കൽട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വല്ല ജനറൽ റിസർവ് ഉണ്ടോ, അല്ലെങ്കിൽ റിസർവ് ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അതാണ് അടുത്തത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ജനറൽ റിസർവ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ജനറൽ റിസർവിന് അതിനെ റൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ജനറൽ റിസർവ്. എങ്ങനെയാണ് കിട്ടുക? 4,000 മൾട്ടിപ്ലൈഡ് ബൈ 3/4. അപ്പൊ കിട്ടും 3,000 കിട്ടും. അതുപോലെ ദീപികയ്ക്ക് 1,000 കിട്ടും. ഓക്കെ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി ബാലൻസ് ഷീറ്റിലേക്ക് കിടക്കാം. എന്തെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ എഴുതാനായിട്ട് നോക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ജനറൽ റിസർവ് കഴിഞ്ഞു. ക്യാപിറ്റൽസ് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്ര രൂപയാണ്? 31,000. അതുപോലെ തന്നെ 22,500. ഓക്കെ. ഇനി നമുക്ക് ക്യാഷ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് ഔട്ടർ കോളത്തിലേക്ക് ആക്കിയിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ 20,000 പ്ലസ് 8,000 28 പ്ലസ് 12 30 40,500 കിട്ടും കേട്ടോ. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 40,500 കിട്ടും. BR ബിൽസ് റിസീവബിൾ നമ്മൾ എഴുതിയിട്ടില്ലല്ലോ. BR എത്ര രൂപയാണ്? 3,000 ആണ്. ഇനി സൺഡ്രി ക്രെഡിറ്റേഴ്സ് എഴുതി കഴിഞ്ഞു, സ്റ്റോക്ക് എഴുതി കഴിഞ്ഞു, ഫർണിച്ചർ എഴുതി കഴിഞ്ഞു, അതുപോലെ തന്നെ ബിൽഡിങ്ങും എഴുതി കഴിഞ്ഞു. അപ്പൊ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാൻ ആവശ്യമുള്ളൂ. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയി കിട്ടണം. എന്നാലാണല്ലോ നമുക്ക് ആൻസർ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ 10,000 വന്നു, ഇവിടെ 10,000 വന്നു. ഇനി ഇവിടെ ബാലൻസ് വരാൻ ഞാനിത് സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ടൈം കൂടും. 5,400 ആണ് ഇവിടെ ഇതായിട്ട് വരാം, ബാലൻസ് ഫിയർ ആയിട്ട് വരാം. 2 ജീസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത് 4,050. 2 ഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത്
1350. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അതിനത് ചെയ്യാം ബൈ റിവാലുവേഷൻ അക്കൗണ്ട് 4050 ഇവിടെ 1350. ഇനി ഇവിടെ അത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല, ഇത് ആഡ് ചെയ്യാൻ മാത്രമാണ് വേണ്ടു. ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടാം 44,050, 26,850, പിന്നെ 20,000. ഇവിടെ അപ്പം നമ്മൾ ഇതേ എമൗണ്ട് തന്നെ എഴുതാം. 44,950, 26,850, 20,000 to balance carry down 44,050, 26,850 and 20,000. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്നിട്ട് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് എഴുതാം. ഗോപിക എന്ന് എഴുതണം കേട്ടോ. നമ്മുടെ എക്സാമിന് എഴുതുമ്പോൾ 44,950. അതുപോലെ ദീപിക 26,850, രാധിക 20,000. ഇതിൽ എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് ഇപ്പം 90,900 കിട്ടും. രണ്ട് സൈഡും കൂടി ടോട്ടൽ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടാം 1,17,900 ഇവിടെയും 1,17,900. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.